നമ്മുടെ രാജ്യത്തിന്റെ വികാരം മുതലെടുത്ത് അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത് വിനേഷ് ഫോഗട്ടാണ്. വിനേഷ് ഫോഗട്ട് രാജ്യത്തിന് വേണ്ടി സ്വർണം നേടിക്കൊണ്ടുവരും എന്നുള്ള പേരിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. കാരണം രാജ്യത്തിന്റെ അഭിമാനമാണ് ഒരു മെഡൽ എന്ന് പറയുന്നത്. പക്ഷെ ഓവർ വെയ്റ്റിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്നും വിനേഷ് ഫോഗട്ട് പുറത്തായി. പക്ഷെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രചരണം ഇങ്ങനെയായിരുന്നു: ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരെ പിന്നിൽ നിന്ന് ചയച്ചു, PT ഉഷ അവരെ പിന്നിൽ നിന്ന് ചയച്ചു. ആദ്യമായിട്ടൊന്നുമല്ല വിനേഷ് ഫോഗട്ട് ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷെ അവരുടെ കുറ്റം കൊണ്ട് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അവർ പുറത്തായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് വിനേഷ് ഫോഗട്ട് അല്ല ഒളിമ്പിക്സിൽ നിന്നും ഒരു ബോഡി വെയിറ്റിന്റെ പേരിൽ പുറത്തായി പോകുന്നത്. വിനേഷ് ഫോഗട്ടിന് മുന്നേ പലരും ബോഡി വെയിറ്റിന്റെ പേരിൽ പുറത്തായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ വികാരത്തിന്റെ മുകളിൽ കയറിയിരുന്ന രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നു. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. വിനേഷ് ഫോഗട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ട എന്താണ്? പലരും വന്നിട്ട് സ്വീകരണം നൽകുന്നു. ഒടുവിൽ പഞ്ചായത്ത് അവർക്കൊരു ഗോൾഡ് മെഡൽ നൽകുന്നു. നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരും ഇന്ത്യൻ ആർമിയിലെ റിക്രൂട്ട്മെന്റിന് പോകാറുണ്ട്. അവിടെ ഓടി കയറിയില്ലെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് പുറത്താക്കും. പുറത്താക്കിയ ഒരാളെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇത്രയും പ്രയത്നിച്ചതല്ലേ എന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു യൂണിഫോം തയ്ച്ച് ഞങ്ങൾക്ക് തന്നേക്കാം എന്ന് വിചാരിച്ച് ആ യൂണിഫോം ഇട്ടുകൊണ്ട് നാട്ടിലൂടെ നടന്നാലൊന്നും ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകില്ല. അപ്പം ഇതുപോലെ പലരും ഈ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതുപോലെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കിടയിൽ യഥാർത്ഥത്തിൽ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മെഡൽ നേടി വന്നവരുടെ നേട്ടത്തെ നമ്മൾ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പാരീസിൽ നടക്കുന്ന പാരാ ഒളിമ്പിക്സിൽ ജീവിതത്തിൽ പ്രതിസന്ധിക്കിടയിൽ നിന്നും നേട്ടം കൊയ്ത നിരവധി ഇന്ത്യക്കാരെ നമുക്ക് അവിടെ കാണാം. ചരിത്ര നേട്ടമാണ് അവിടെ അവർ നേടിത്തന്നിരിക്കുന്നത്. നേട്ടങ്ങൾക്കിടയിലും ചിലർ രാഷ്ട്രീയം കളിക്കുന്നതിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണിത്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു വിനേഷ് ഫോഗട്ട്. അവർ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രോപ്പറായിട്ട് അറിയുന്നവർ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡയറ്റ് എന്താണെന്ന് അറിയുന്നവർ തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട്. പക്ഷേ അവർ 100 ഗ്രാമിന്റെ പേര് പുറത്താകുന്നു. ആദ്യമായിട്ടൊന്നും അല്ല ഒരു മത്സരാർത്ഥി ബോഡി വെയിറ്റിന്റെ പേര് പുറത്താകുന്നത്. പക്ഷേ ഇതിന്റെ പേര് രാഷ്ട്രീയ നേട്ടം കളിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതിന്റെ പിന്നിലെ കളി എന്താണ്. രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഈ മുതലക്കണ്ണീർ ഇനിയെങ്കിലും ഇന്ത്യക്കാർ മനസ്സിലാക്കണം. ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒളിമ്പിക്സ് മെഡൽ എന്ന സ്വപ്നത്തെ, വികാരത്തെ വിൽപ്പനയ്ക്ക് വെച്ചവരാണ് ഇവരെല്ലാം.